എനിക്ക് ആയിക്കാളെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂടുതലാണ് ജനകീയ കമ്മിറ്റി ഇതുവഴി തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മളതിൽ അവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാറുണ്ട്. 1984 യാദൃശ്യമായിട്ട് പൂര കമ്മിറ്റി സെക്രട്ടറി വേണ്ടി വന്നു. ഞാൻ മാത്രം ചെറുപ്പം, ബാക്കിയുള്ളവരൊക്കെ പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ എനിക്ക് വലിയൊരു അതിമോഹം, ഒരു അത്യാഗ്രഹം, അതായത് ഒരു സ്വാവലീകൾ ഇറക്കണം എന്ന് പറഞ്ഞിട്ട്. ആ സ്വാവലി ഇറക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അന്ന് അത്ര കുറേ ആൾക്കാരൊക്കെ കൂടെ കൂട്ടി. പക്ഷേ ഒരു 5ാം മൈൽ വരെ എനിക്ക് കിട്ടിയിട്ടുള്ള പരസ്യങ്ങൾ വളരെ കുറവായിരുന്നു. സ്വാവലി പറ്റിയിട്ടില്ല. പക്ഷേ അന്ന് അവിടെ ചെന്ന വികാരം കൂടി അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരെ അവിടെ ഒരു നാണക്കേടുണ്ടാകുന്ന വിഷയമാണ്. അപ്പോൾ അവർ ഉടനെ എന്നെ ചീത്തപ്പെടാൻ തുടങ്ങി. പക്ഷേ 5ാം മൈൽ മുതൽക്ക് അവിടുന്ന് തുടർന്ന് അങ്ങോട്ട് പൂരം ഒരു കുതിരക്കൽ വരെയുള്ള കലക്ഷൻ അത്ഭുതപ്പെടുത്തുന്ന വരുമാനം ഒന്നിച്ചിങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പൂരം ദിവസം സോവനീർ ഇറക്കി. ആ സോവനീറാണ് ആരെങ്കിലും ആദ്യത്തെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത്. അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ഇറക്കാൻ കഴിഞ്ഞ വിചാരിച്ചല്ല, അത് നമ്മുടെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു കാലത്ത് പൂര കമ്മിറ്റി പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരു കൊല്ലം മുണ്ടാക്കുതിര വന്നില്ലാത്ത അത് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ആവശ്യത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഊണിയേക്കാൻ വരുമ്പോൾ ഒരു വയസ്സായിട്ട് പറഞ്ഞു, അത് കുട്ടി ഒരു മുണ്ടാക്കുതിര കൊല്ലം മുണ്ടാക്കുതിര വരില്ല, അവിടെ ഗംഭീര അടി നടക്കുകയാണ് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്താ ഞാൻ തൊട്ട് കുളപ്പാറ സ്കൂളിലെ പോലീസിൻ്റെ ക്യാമ്പ്. അപ്പോൾ ഉടനെ അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ഒരു വിളിച്ച് അപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല. അപ്പോൾ ഉടനെ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ പറഞ്ഞു, അത് അവിടെ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ആ നമ്മുടെ ക്യാമ്പിൽ നിന്ന് ഒരു വണ്ടി പോലീസുകാരെ പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് ഞാൻ പൂര കമ്മിറ്റി പ്രസിഡന്റ്. അപ്പോൾ ഇവിടുന്ന് അവർ പറഞ്ഞയച്ചു. അവർ ആ കൊല്ലാണ് കുതിര വെട്ടും കുത്തൊക്കെ ആയിട്ട് ആ കുതിര വന്നത്. അപ്പോൾ അന്ന് അയാൾ പറഞ്ഞില്ലെങ്കിൽ ഞാനത് അറിയില്ല, ആ സമയത്ത് അറിയില്ല. അപ്പോൾ ആ ഒരു ആൾ ആരാണെന്ന് അറിയില്ല. പിന്നെ വരുന്നത് പിന്നീടുള്ള കൊല്ലങ്ങളിലാണ് എൻ്റെ മകൻ ജോലിയായിട്ട് ഇവിടെ പാലക്കാട് കണ്ടിക്കോട് വർക്ക് ചെയ്യുക. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ അന്ന് പൂരം ദിവസം ലീവ് ചോദിച്ചു. അവർ ലീവ് കൊടുത്തില്ല. ലീവ് കൊടുത്തിട്ടായപ്പോൾ അവൻ്റെ ജോലി റിസൈൻ ചെയ്ത് പോകും. റിസൈൻ ചെയ്ത് ആര്യങ്കാവിലെത്തി. ആര്യങ്കാവിലെത്തി തൊഴുത് പുറത്തേക്ക് വന്ന ഉടനെ ഒരാൾ പറഞ്ഞു, എറണാകുളത്തുള്ള ഒരാൾ അവിടെ തൊഴാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, അതെ പ്രശാന്ത് മറ്റന്നാ ഇതിൽ എൻ്റെ ഓഫീസിൽ പ്രശാന്ത് ലിസ്റ്റ് പുറത്ത് വന്നിട്ട് ജോയിൻ ചെയ്തു. ഒരു വലിയൊരു അത്ഭുതമായിരുന്നു പ്രശാന്ത് വിളിച്ചത്. കാരണം അതിന് പേര് പൂരം കാണാൻ സമ്മാനം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ജോലി രാജ്യത്ത് പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ജോലി വിളിച്ച് വന്ന മാതിരിയുള്ള അത് ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കാം. അപ്പോൾ അത്രമാത്രം ആധികാരമായ ശക്തി, ഒരു ഇഷ്ടപരപ്രദായനി എല്ലാം കൊണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ ആധികാരമേയാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് ആധികാരമെ പ്രകടിപ്പിച്ചുകൊണ്ട്. അതൊക്കെ ഒരുപാട് തടസ്സങ്ങൾ അത് ജീവിച്ചുകൊണ്ടാണ്. അതൊക്കെ ഒപ്പം നിന്നുള്ള വലിയൊരു ദിവ്യ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഇതുവരെ. അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു എൻ്റെ ജീവിതം.